ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൂം ആൻഡ് ട്രിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേസ് സ്റ്റഡി. പോളിൻ യങ്ങിൻ്റെ അഭിപ്രായത്തിൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്പ്ലോറിംഗ് ആൻഡ് അനലൈസിങ് ദ ലൈഫ് ഓഫ് വൺ സോഷ്യൽ യൂണിറ്റ്. ഒരു സിംഗിൾ സോഷ്യൽ യൂണിറ്റ്, അതൊരു പേഴ്സൺ ആവാം, ഫാമിലി ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, എന്തുമാവാം. ബട്ട് എ സിംഗിൾ യൂണിറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എഫ് എൽ വിറ്റ്നിയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. കേസ് സ്റ്റഡി ഇസ് എ കംപ്ലീറ്റ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സബ്ജക്ട് വിത്ത് റെസ്പെക്ട് ആസ് എ റൂൾ ടു സ്പെസിഫിക് ഫേസസ് ഓഫ് ഹിസ് ടോട്ടൽ പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള കംപ്ലീറ്റ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ചാൾസ് കൂലിയുടെ അഭിപ്രായത്തിൽ ഇത് ഡീപ്പൻസ് പെർസെപ്ഷൻ ആൻഡ് ഗിവ്സ് എ ക്ലിയർ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ്. സോ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഒരു സോഷ്യൽ യൂണിറ്റിനെ പറ്റിയുള്ള ഡീപ്പ്, ഡീറ്റെയിൽഡ് ആൻഡ് ഇന്റൻസീവ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്വാളിറ്റി ടോപ്പ് നോച്ച് ആയിരിക്കും. പിന്നെ ഇത് കോംപ്രഹെൻസീവ് സ്റ്റഡിയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇത് കവർ ചെയ്യും. ആൻഡ് ഈ കവർ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അടുത്തത് ഇത് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാം. ഇറ്റ് വ്യൂസ് തിങ്സ് ആസ് എ ഹോൾ, അതായത് ഇതിൻ്റെ ഓരോ സ്റ്റഡി യൂണിറ്റിനെയും നമ്മൾ ഓരോ പാർട്സ് ആയിട്ടല്ല കാണുന്നത്, നേരെ മറിച്ചിട്ട് ഒരു കേസ് സ്റ്റഡിന് മൊത്തം ഒരു ബിഗ് പിക്ചർ ആയിട്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഈ സ്റ്റഡിയിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സ്റ്റഡിയിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അതിലെ ട്രൈറ്റ് ആണ്. അതായത് ഒരു സബ്ജക്റ്റിന്റെ ക്യാരക്ടറും ക്വാളിറ്റിയും ഒക്കെയാണ് ഈ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്തത് കേസ് സ്റ്റഡീൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു വാലിഡ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് സ്റ്റഡി സഹായിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാനും ഷെഡ്യൂൾ ഫോം ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഡിസ്കവർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റൻസീവ് ആണ്, കോംപ്രഹെൻസീവ് ആണ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ യൂസസ് എന്ന് പറയുന്നതും. ഡീറ്റെയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വെറൈറ്റി ഓഫ് ട്രൈറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പെക്യുലാരിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യത്തെ പറ്റി തന്നെ കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ പെർസെപ്ഷൻസും ഇൻസൈറ്റ്സും ഒക്കെ ഡീപ്പൻ ചെയ്യാനും പുതിയ ഇന്റർപ്രിട്ടേഷൻ ഫോർമുലേറ്റ് ചെയ്യാനും ഒക്കെ ഇത്തരം കേസ് സ്റ്റഡീസ് ഉപകരിക്കുന്നുണ്ട്. ഇനി എങ്ങനെ നമുക്കൊരു കേസ് സ്റ്റഡി ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണം. ഈ പ്ലാനിനെ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്നാണ് പറയാം. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ആരെ കേസ് സ്റ്റഡി ചെയ്യണം, എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാന് നമ്മൾക്ക് ആദ്യമേ വേണം. പിന്നെ എക്സാക്ട് ആയിട്ട് നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് വേണ്ടത്, ആ ഡാറ്റ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും, ഏത് കാറ്റഗറിയെ സെലക്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക, നമ്മുടെ ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ ഏത് ഡാറ്റ വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇങ്ങനെ ഒരു പ്ലാന് നമുക്ക് കേസ് സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാവണം. അതിനുശേഷം നമ്മൾ കേസിനെ സെലക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. കേസ് എപ്പോഴും ഒരു റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് ആയിരിക്കണം. അല്ലാതെ റാൻഡം ആയിട്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ മാത്രം പഠിച്ചാൽ ഡാറ്റ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നില്ല. എക്സാമ്പിൾ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ റിച്ച് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ അതൊരിക്കലും നമ്മുടെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കില്ല. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഏത് സിറ്റുവേഷനാണ്, ഏത് പ്രോബ്ലമാണ് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എത്ര കാലത്തുള്ള ഡാറ്റയാണ് നമുക്ക് ആവശ്യം, 10 വർഷത്തേക്കുള്ളതാണോ അല്ലെങ്കിൽ ജസ്റ്റ് 1 മന്തിലേക്കുള്ള ഡാറ്റയാണോ വേണ്ടത്, ഇനി അത് എത്ര ഡീപ്പായിട്ടാണോ വേണ്ടത്, സർഫസ് ലെവൽ മതിയോ അല്ല മീഡിയം ലെവലാണോ വേണ്ടത്, ഇനി ആ ഡാറ്റ ക്വാളിറ്റി ഉള്ളതാണോ, നമുക്ക് ഈ ഇൻഫർമേഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി അവരെ ആക്സസിബിൾ ആയിരിക്കും ഇതേപോലെ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട്. ടോട്ടൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര കോസ്റ്റ് ആവും, എത്ര ടൈം പീരീഡ് എടുക്കും, ഈ റിസർച്ച് ടോപ്പിക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണോ അല്ല ബോറടിക്കുമോ, ഇതിനുള്ള സ്കില്ല് നമുക്കുണ്ടോ, നമ്മൾ അതിന് ട്രെയിൻ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഈ ഒരു കേസ് സ്റ്റഡി അടുത്ത ആൾക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ളതാണോ, അത്രയും ഗുഡ് ക്വാളിറ്റി ആണോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു കേസ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഡാറ്റ എവിടെ നിന്ന് കിട്ടും? ഈ സോഴ്സ് പല വിധത്തിലാവാം. നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാം, നമുക്ക് ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേഴ്സണൽ ലെറ്ററോ അല്ലെങ്കിൽ പേഴ്സണൽ റെക്കോർഡ്സോ ഡോക്യുമെൻറ്റ്സോ ഒക്കെ വായിച്ച് നോക്കാം, ഹിസ്റ്ററി പരിശോധിച്ച് നോക്കാം, ബയോഗ്രഫീസ് വായിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മുടെ കേസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കും. നമ്മുടെ ഡാറ്റ അക്യുറേറ്റ് ആവാനും റിലയബിൾ ആവാനും നമുക്ക് ഇതുപോലുള്ള വാരിയസ് സോഴ്സസിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാം. ഇനി നമുക്ക് കേസ് സ്റ്റഡി ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഡിറ്റർമൈനിങ് ദ പ്രസന്റ് സ്റ്റേറ്റസ്. നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്ന ആളെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് പെട്ടെന്ന് ലോ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മളൊരു പ്രോബ്ലം കണ്ടു, അതിനെ പറ്റിയാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരുടെ പ്രസന്റ് സ്റ്റേറ്റസ് അന്വേഷിച്ചു. കുട്ടിക്ക് റീസെന്റ് എക്സാമിനൊക്കെ മാർക്ക് കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവുന്നുണ്ട്, ക്ലാസ് റൂമിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, കളക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് നമ്മൾ നോക്കും. അങ്ങനെ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. ഒരു പുതിയൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്, പാരൻസ് തമ്മിൽ വഴക്കുണ്ട്, കുട്ടിക്ക് പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്ക് കിട്ടും.
നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും, ടെസ്റ്റിംഗ് ദ സജസ്റ്റഡ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്ന സ്റ്റെപ്പാണിത്. കുട്ടിയോട് സംസാരിച്ചിട്ട് അവരുടെ ക്ലാസ് നോട്ട്സ് ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, കുട്ടിക്ക് ക്ലാസ് മനസ്സിലാവാത്തതല്ല, കാരണം വന്നപ്പോഴുള്ള കൺസെപ്റ്റ്സ് ഒക്കെ അവർക്ക് ക്ലിയർ ആണ്. അപ്പൊ ആ ഹൈപ്പോത്തസിസ് തെറ്റാണ്. അടുത്തതിലേക്ക് നോക്കും, വീട്ടിലെ കോൺഫ്ലിക്റ്റ് ആണ് കുട്ടിയുടെ പ്രശ്നം, അതിന്റെ കൂടെ ആബ്സെന്റും കൂടി ആയപ്പോൾ കുട്ടിക്ക് ക്ലാസ് മനസ്സിലാവാണ്ടാവുന്നു, കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് കുറയുന്നു. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കും, ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് റെമഡിയൽ ആക്ഷൻ. ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. കൗൺസിലിംഗ് കൊടുക്കുക വഴി കുട്ടിയുടെ സ്ട്രെസ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എക്സ്ട്രാ ക്ലാസ്സസ് കൊടുക്കുന്നത് വഴി കുട്ടിയെ നമുക്ക് അക്കാഡമിക്കലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ 4 സ്റ്റെപ്സ് ആണുള്ളത്. പ്രസന്റ് സ്റ്റേറ്റസ് മനസ്സിലാക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യുന്നു, നെക്സ്റ്റ് റെമഡിയൽ ആക്ഷൻ എടുക്കുന്നു. ഇനി ഒരു റിസർച്ചറിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പഠിക്കണം. നമ്മൾക്ക് എന്ത് ഇൻഫർമേഷനാണ് വേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. നെക്സ്റ്റ്, നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കണം. നമ്മൾ അവരുടെ ആൻസർ ക്ലിയർ ആയിട്ട് കേൾക്കണം, പ്രീ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കണം, കാരണം നമ്മൾ ഉദ്ദേശിച്ച ആൻസർ എപ്പോഴും അവരിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് അത് അഡാപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അടുത്തത്, വി ഷുഡ് ഹാവ് ഫേം ഗ്രാസ്പ് ഓഫ് ഐഡിയാസ്. നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ടോപ്പിക്കിന് ഏതാണോ അനുയോജ്യമായത് അത് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി അൺബയാസ്ഡ്. ഒരിക്കലും ബയാസ് നമ്മുടെ സ്റ്റഡിയിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇത്രയും സ്കിൽസ് ആണ് ഒരു റിസർച്ചർ എന്നുള്ള രീതിയിൽ കേസ് സ്റ്റഡി നടത്തുന്ന ആൾക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഒരു സോഷ്യൽ യൂണിറ്റിന്റെ എൻറ്റയർ ലൈഫ് സ്പാൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഡാറ്റ എന്ന് പറയുന്നത് വിവിഡ് ആൻഡ് അബ്സോർബിംഗ് ആണ്. ഒരു പേഴ്സണിന്റെ സോഷ്യൽ ആറ്റിറ്റ്യൂഡും വാല്യൂസും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. മൊത്തത്തിൽ അവരുടെ ഹാബിറ്റ് എന്താണ്, ട്രൈറ്റ്സ് എന്താണ്, ക്വാളിറ്റീസ് എന്താണ്, അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഈ കേസ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ സൊസൈറ്റിയും ഇൻഡിവിജ്വലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇതിലൂടെ പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരാളെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തെറാപ്യൂട്ടിക് ആവശ്യത്തിന്, ട്രീറ്റ്മെന്റിനും സിറ്റുവേഷൻ മാനേജ്മെന്റിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഫുൾ ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഉപകരിക്കും. അടുത്തത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓൾറെഡി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇത് ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പ്രസന്റ് കണ്ടീഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനൽ റിസൾട്ടിൽ അതൊക്കെ പ്രതിപാദിക്കും. പിന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും മെമ്മറി പവർ പോലെ ഉണ്ടായിരിക്കും ഡാറ്റ. അവർക്ക് എത്രത്തോളം കാര്യം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഡാറ്റയെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രൈറ്റിന് ഓവർ ആയിട്ടുള്ള പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് പ്രയോറിറ്റി കുറയും. പിന്നെ ചില സിറ്റുവേഷന് ഡാറ്റ കളക്ഷനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാറ്റ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് കേസ് സ്റ്റഡീൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നതും. ചില അൺഡിസൈറബിൾ ആയ ക്യാരക്ടറിന് യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കും. സോ അത് കോമൺ കാര്യങ്ങളെ ബാധിക്കും. പിന്നെ കേസ് സ്റ്റഡിക്ക് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഒന്നും ഇല്ല. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഡാറ്റ ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ചെക്കിങ് നടത്താൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. പിന്നെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ലൂസ് ആൻഡ് അൺസിസ്റ്റമാറ്റിക് ആണ്. അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ജനറലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന റിസൾട്ട് അക്യുറേറ്റ് ആവണം എന്നില്ല. പിന്നെ റിസർച്ച് ഡിസൈനിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാതെ ഇഗ്നോർ ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷനും ഇതിൽ കൂടുതലാണ്. സോ മെയിൻ ആയിട്ട് കേസ് സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത് ഒരു യൂണിറ്റിൻ്റെ അതിന് മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷനാണ് നമ്മൾ ഈ കേസ് സ്റ്റഡിയിലൂടെ എടുക്കുന്നത്. അത് ഏത് ടെക്നിക്ക് വഴി നമുക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റിനെ പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പും അവരുടെ ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. പാസ്റ്റ് എക്സ്പീരിയൻസും മെമ്മറിയും ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഡാറ്റ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഈ കിട്ടിയ ഡാറ്റാസ് ഒന്നും യൂണിവേഴ്സലി അക്സെപ്റ്റൻസ് ഇല്ലാത്തതാണ്. നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സ്റ്റിൽ ഒരൊറ്റ യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ കേസ് സ്റ്റഡിയെ പറ്റി ഒരുപാട് പഠിച്ചു. ലെങ്തി ആണെന്നറിയാം, ബട്ട് വർത്ത് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്